കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായിട്ട് യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്തതായി അവരുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് 88 ലക്ഷം രൂപയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ പറഞ്ഞിട്ടുള്ള എന്താണ്? സത്യസന്ധമായിട്ടുള്ള എമൗണ്ട് അല്ല സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് എന്ന്. പല സ്ഥലങ്ങളിലും പിരിച്ച എമൗണ്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണ പോലും യൂത്ത് കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്നു. ഈ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്ത് ഈ നാട്ടിലെ ജനങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു കൊല്ലമാകുമ്പോൾ അവിടെ ഭവനരഹിതരായ ആളുകളൊക്കെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരും, അവരുടെ സ്വന്തം വീടുകളിൽ താമസിക്കുന്ന നിലയാകുമെന്നാണ്. പക്ഷേ സർക്കാരിനെ കൊണ്ട് അതിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 41 വീടേ ആയിട്ടുള്ളൂ. സന്നദ്ധ സംഘടനകൾ ചിലർ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ മാതൃകയാക്കി എടുക്കേണ്ടതുമാണ്. പക്ഷേ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾക്കൊന്നും അതിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചില ആളുകൾക്ക്, മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾ അല്ലാത്ത ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്തിന്റെ സൂചനയാണ്? അല്ല, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് അല്ല, അതിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് യൂത്ത് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി തെളിയുന്ന സാഹചര്യമാണിത്. ഇവർക്കിടയിലുള്ള ഗ്രൂപ്പ് വഴക്ക് തർക്കം തന്നെയാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലും ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ഇവരാരാണെന്നും ഇവരുടെ തനിനിറവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് എന്ന കാര്യം ഞാൻ ആമുഖമായി പറയുകയാണ്. AIYF പണം കണ്ടെത്തിയത് ചലഞ്ചുകൾ വഴിയാണ്. AIYF ചലഞ്ചിലൂടെ കണ്ടെത്തിയിട്ടുള്ള പണം കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് മറ്റു തരത്തിലുള്ള പണമല്ലാതെ ഓഫറായി വന്നിട്ടുള്ള കുറച്ചുകൂടി തുക കൊടുക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളേറെ വിശ്വാസത്തോടു കൂടി തന്നെയാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിന് ഈ തുക കൈമാറിയിട്ടുള്ളത്. ആ തുക കൈമാറുമ്പോൾ അതിൽ പൈ വ്യത്യാസമില്ലാതെ അത് ചെലവഴിക്കാൻ സാധിക്കും ജനങ്ങൾക്ക് വേണ്ടി, ദുരിതബാധിതർക്ക് വേണ്ടി എന്ന കാര്യത്തിൽ നല്ല ഉറപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട് പണി കഴിച്ച് കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. ഞങ്ങൾ ഈ വീടിൻ്റെ കാര്യത്തിൽ ഓഫർ കൊടുത്തത് 31-ാം തീയതി വൈകിട്ടാണ്. ഞങ്ങളും DYFI ഉൾപ്പെടെയുള്ളവർ 31-ാം തീയതി വൈകിട്ടാണ് അത്തരത്തിൽ ഓഫർ കൊടുത്തത്. 30-ാം തീയതി ദുരന്തം ഉണ്ടായി. 31-ാം തീയതി വൈകിട്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. DYFI 25 വീട് കൊടുക്കും എന്ന തീരുമാനം എടുത്തു. ഞങ്ങൾ വീട് കൊടുക്കുമെന്ന തീരുമാനം എടുത്തപ്പോൾ ഞങ്ങളും ആ ഘട്ടത്തിൽ, നമുക്കൊന്നും സമാനതകളില്ലാത്ത ദുരന്തമാണ്, എത്തരത്തിലായിരിക്കുമെന്ന ധാരണ പോലും ഇല്ല. ആ സമയത്ത് സ്ഥലം കണ്ടെത്തി വീട് വെക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ധാരണ. പക്ഷേ ഇത്രമാത്രം വീടുകളുടെ എണ്ണം വന്നതും ഇത്രമാത്രം വീടുകൾ വെച്ചു കൊടുക്കേണ്ട ഒരു അനിവാര്യത അവിടെ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് ഈ തുക ഗവൺമെൻറ്റിന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, കത്ത് കൊടുത്തു. അതിനെ തുടർന്ന് ഡിസംബർ മാസം വിളിച്ചു ചേർത്ത യോഗത്തിൽ, ഡിസംബർ മാസം 27-ാം തീയതി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് പറഞ്ഞത്, ഒരു വീടിന് 20 ലക്ഷം രൂപ ചെലവ് എന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ട് സർക്കാർ തന്നെ വിലയ്ക്ക് സ്ഥലം കണ്ടെത്തി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ചാലഞ്ചുകൾ വഴി ലഭിച്ചിട്ടുള്ള തുക പരിപൂർണമായും സർക്കാരിനെ ഏൽപ്പിക്കും എന്ന അറിയിപ്പാണ് ഞങ്ങൾ കൊടുത്തത്. അതിനുശേഷം 4-ാം തീയതി, ജനുവരി 4-ാം തീയതി, തൊട്ടടുത്ത ആഴ്ച തന്നെ 4-ാം തീയതിയും യോഗം ചേർന്നിരുന്നു. ഈ 2 യോഗങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. എന്തുകൊണ്ടാണ് അവർ ആ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനം ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണെന്ന ബോധ്യം അവർക്കുള്ളതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ പങ്കെടുത്താൽ ചിലപ്പോൾ പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും എന്ന ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് അവർ ആ യോഗത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കാതിരുന്നത്. അതുമാത്രമല്ല, കേരളത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായിട്ട് യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്തതായി അവരുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് 88 ലക്ഷം രൂപയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട, എറണാകുളം, ആലപ്പുഴ, കണ്ണൂർ ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ പറഞ്ഞിട്ടുള്ള എന്താണ്? സത്യസന്ധമായിട്ടുള്ള എമൗണ്ട് അല്ല സംഘടനയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് എന്ന്. പല സ്ഥലങ്ങളിലും പിരിച്ച എമൗണ്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണ പോലും യൂത്ത് കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്നു. ഈ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്ത് ഈ നാട്ടിലെ ജനങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ ഞാൻ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. 1 വർഷം തികയാൻ പോവുകയാണ്, തർക്കമില്ല, 1 വർഷം തികയാൻ പോവുകയാണ്. വയനാട് പോലൊരു സ്ഥലത്ത് നമുക്കറിയാം ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള, പാരിസ്ഥിതിക ലോലമായിട്ടുള്ള പ്രദേശമാണ്. അവിടെ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സ്ഥലം കണ്ടെത്തുകയും 1-ാം തീയതി, നവംബർ മാസം 1-ാം തീയതി തറക്കല്ലിട്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്.
നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഈ ഗവൺമെന്റ് അതായത് ദുരിതബാധിതരായിട്ടുള്ള അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ വീട് വെച്ച് കൊടുക്കും. ആ വീട് വെച്ച് കൊടുക്കാനുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചിട്ടുള്ളത്. അന്തിമ പട്ടിക പറഞ്ഞിട്ടുണ്ട്. ആ അന്തിമ പട്ടികയാണ് 410 വീട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ 410 അപ്പുറത്ത് വീടുകൾ ആവശ്യപ്പെട്ട ആളുകൾ നിൽക്കുന്നുണ്ട്. അതാണ് ഇദ്ദേഹം പറയുന്നത് അന്തിമ പട്ടിക അല്ല എന്ന്. ആ ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരിഗണിക്കാം എന്ന് പറഞ്ഞ ആളുകൾ പരിഗണിക്കും. അതുകൊണ്ട് തന്നെ അന്തിമ പട്ടിക ആയില്ല എന്നൊക്കെ പറയുന്നത് വാദത്തിന് വേണ്ടി പറയുന്ന വർത്തമാനങ്ങളാണ്.